അങ്ങനെ ഫൈനലി സൂര്യയുടെ കറുപ്പ് മൂവി കണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഹൈപ്പിനനുസരിച്ചിട്ടൊന്നും സിനിമയില്ല. ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. അങ്ങനെ തോന്നിയവർ കമൻറ്റിൽ പറ. നിങ്ങൾക്കും അങ്ങനെയാണ് തോന്നിയതെങ്കിൽ കമൻറ്റിൽ പറ. അതായത് ഇവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ ദൈവമായിട്ട് കണ്ട് നമ്മൾ ഈ സിനിമ കാണുകയാണെങ്കിൽ ഈ സിനിമ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെന്ന്. അപ്പം നമ്മളൊരു സിനിമ കാണാൻ പോകുന്നതിന് മുമ്പേ നമുക്ക് അതിലൊരു ക്യാരക്ടറിനെ ആ രീതിയിൽ കണ്ട് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. നമ്മൾ ആ സിനിമ നമ്മൾ അതിലോട്ട് എത്തിക്കണം. അതാണല്ലോ സിനിമയുടെ ലക്ഷ്യം. ഇത് നമ്മൾ അങ്ങനെ ഇരുന്ന് കാണണം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ അങ്ങനെ ഇരുന്ന് കണ്ടാൽ പോലും ഇത് ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. പക്ഷേ ഇതിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞ ഹൈപ്പുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹൈപ്പാണ് കയറുന്നത്. ഇത് അതെല്ലാം കണ്ടിട്ടാണ് ഞാൻ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ പോയിട്ട് ഈ ഒരു സിനിമ കണ്ടത്. ആ രീതിക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സിനിമ ഭയങ്കര മോശമൊന്നുമല്ല, ഒരു എബോ ആവറേജ് ഒക്കെ തന്നെയാണ്. എന്നാലും ഈ ഹൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു സാധനമില്ല. ഈ സിനിമേനെ മൊത്തത്തിൽ പിടിച്ചു നിർത്തുന്നത് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നീട് സൂര്യയുടെ ലുക്ക്, കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്. പിന്നെ RJ ബാലാജി ആ ഒരു തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കണ്ടു കഴിഞ്ഞിട്ടൊരു തിയേറ്ററിൽ ഞങ്ങൾക്കാണ് ഒരു മേളിൽ നിന്നിട്ടൊരു എക്സ്പ്രഷൻ കാണിച്ച് അത് കാണും. അതിനനുസരിച്ചിട്ടൊന്നും ഇതില്ല. പക്ഷേ പുള്ളി ഇതിൽ അഭിനയിക്കുന്നുണ്ട്. പുള്ളി ഇതിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ചിലപ്പം പുള്ളി നല്ലതായിട്ട് അഭിനയിച്ചതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ആ ഒരു എക്സ്പ്രഷൻ കാണിച്ചതായിരിക്കും. അതും പറയാൻ പറ്റൂല. എന്നാലും എനിക്കൊരു ആവറേജ് സിനിമയായിട്ടൊക്കെ തോന്നിയിട്ടുള്ളൂ. കണ്ടവർ എന്താണെന്ന് അഭിപ്രായം പറ.